ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. നിങ്ങൾക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് എൻ്റെ കമൻസിലൊക്കെ കുറേ ഞാൻ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കാവോ, ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നുള്ള രീതിയിൽ. മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ഒന്നുമല്ല ഗൈസ്, നിങ്ങൾ പേടിക്കേണ്ട. ആരും ഇവിടെ ഒരു പ്രശ്നമൊന്നുമില്ല. ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ പ്രൊഫഷനായ LLBയെ കുറിച്ചിട്ടാണ്. കുറേ ആൾക്കാർ ഇപ്പം +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ പേഴ്സ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും മെസ്സേജസ് വരുന്നുണ്ട്, യൂട്യൂബിലാണെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ്സ് വരാറുണ്ട്, ചേച്ചി എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടിയത് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക്, എന്താണ് ചെയ്തത്. അപ്പം അങ്ങനത്തെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അപ്പം ഞാൻ ഓർത്തു അതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്കൊരു വീഡിയോ ആക്കി ഞാൻ പറഞ്ഞു തരാം, ഞാൻ എങ്ങനെ ഈ ബാറ്റിൽ ഫൈറ്റ് ചെയ്ത് ഇവിടെ ഇപ്പം ഞാൻ എങ്ങനെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് ഓർത്തു. ആൻഡ് ഓൾസോ ഇപ്പം രാത്രി സമയമായി, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഡ്രസ്സ് കണ്ട മനസ്സിൽ ഞാൻ സിനിമ കഴിഞ്ഞ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഞാൻ ഓർത്തു ഇതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് സമാധാനപരമായി കിടന്നുറങ്ങാമെന്ന് ഓർത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഈ ലൈറ്റൊക്കെ ഇച്ചിരി സീനായിരിക്കും, കാരണം രാത്രിയാണല്ലോ. നമ്മുടെ റൂമിലെ ലൈറ്റ് കൊണ്ടാണ് ഇത് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പം പൊട്ടൊക്കെ ഇവിടെ കിടക്കട്ടെ. അപ്പോൾ ഐ യു റെഡി? ഓക്കെ, ഐ എം റെഡി. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. ആദ്യം തൊട്ടെന്ന് പറയുമ്പോൾ ഞാൻ അഡ്മിഷൻ എടുത്ത് തൊട്ട് നമുക്ക് തുടങ്ങാം, ക്ലാറ്റ് കോച്ചിങ് തൊട്ട്. അപ്പം ഞാൻ LLB ആണ് പഠിച്ചത്. അപ്പം +1 +2 ആയപ്പോഴത്തേക്ക് എനിക്ക് കൺഫ്യൂഷനായിരുന്നു, LLB വേണോ, വേറെ എന്താ പഠിക്കണം. എനിക്ക് ആർക്കിടെക്ചർ ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് നമ്മുടെ ട്രെൻഡ് ആയിരുന്നല്ലോ മെഡിസിനും എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആരെയും ഒന്നും കുറ്റമൊന്നുമില്ല, ആ സമയത്ത് ട്രെൻഡ് ആയിരുന്നു അത്. അപ്പോഴത്തേക്കും ആദ്യം അപ്പയും അമ്മയും കൂടി മെഡിസിൻ, എൻ്റെ ചേച്ചി ഡോക്ടറാണ്, അപ്പം മെഡിസിൻ എനിക്ക് ആഗ്രഹമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യം എന്നെ കൊണ്ട് കോച്ചിങ്ങിന് ചേർത്തു. ഒരാഴ്ച ഞാൻ തികഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരാഴ്ച ഞാൻ തികഞ്ഞിട്ടുണ്ടാവില്ല. അതിനു മുമ്പേ ഞാൻ ചാടി പറഞ്ഞു, എനിക്ക് ഈ പരിപാടി പറ്റില്ല, എൻ്റെ ടേസ്റ്റ് അല്ല, എനിക്ക് സംഭവം നടക്കത്തില്ല. എനിക്ക് മാത്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നെങ്കിലും എനിക്ക് ആക്ച്വലി മാത്സ് എനിക്ക് ഇച്ചിരി ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് മാത്സ് ആയിരുന്നു. ഇപ്പം എനിക്കിപ്പം ടച്ച് വിട്ട് കിടന്നിട്ട് 6 വർഷമായി, പക്ഷേ ആ സമയത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഇഷ്ടമാവുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കോച്ചിങ് നിർത്തി. അപ്പോൾ പിന്നെ നമുക്ക് 12th കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരിത് വേണമല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആർക്കിടെക്ചർ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് എനിക്ക് പണ്ടേ ഇഷ്ടമല്ലായിരുന്നു, ആർക്കിടെക്ചർ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, പിന്നെ LLB. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ആദ്യം LLBക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ ക്ലാറ്റ് കോച്ചിങ് ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ലോ സ്കൂൾസിലൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമാണ് ക്ലാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. അപ്പോഴത്തേക്കും ആണെങ്കിൽ ഇവിടെ കോഴിക്കോട് തന്നെയുള്ളൊരു ഒരു സെൻറ്ററിൽ ഞാൻ പോയി ജോയിൻ ചെയ്തു. ക്രാഷ് കോഴ്സ് ആയിരുന്നു, എല്ലാ സൺഡേ ആയിരുന്നു ഉണ്ടാവുക. അപ്പോൾ ക്ലാസ് സാറ്റർഡേ വരെ ഉണ്ട്, അത് കഴിഞ്ഞ് സൺഡേ ഈ ക്രാഷ് കോഴ്സിന് പോകണം. അങ്ങനെ ക്രാഷ് കോഴ്സിന് പോയി തുടങ്ങിയപ്പോൾ എനിക്കാണെങ്കിൽ കൊള്ളാലോ. കാരണം ക്ലാറ്റിൻ്റെ സബ്ജക്ട്സ് എന്ന് പറയുന്നത് ലോജിക്കൽ റീസണിങ്, ലീഗൽ റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ്. എൻ്റെ ഓർമ്മയിൽ ഈ 5 ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പം 6 ഇയേഴ്സ് മുമ്പ് ഞാൻ എഴുതുന്ന സമയത്തായിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫൈനലി തീരുമാനിക്കുന്നത്, ഓക്കെ നമുക്ക് LLBക്ക് പോവാം. കാരണം ഞാൻ ആ കോച്ചിങ്ങിന് പോയപ്പോൾ എനിക്ക് കോച്ചിങ്ങിലെ സബ്ജക്ട്സ് ഇഷ്ടപ്പെട്ടു. അപ്പോഴും എനിക്കറിയത്തില്ല, നമ്മുടെ പ്രൊഫഷൻ എടുത്ത് നമ്മൾ കോച്ചിങ്ങിന് പോയി കഴിഞ്ഞ് ജോയിൻ ചെയ്യുമ്പം നമ്മുടെ ഡിഗ്രി തുടങ്ങുമ്പോൾ എന്തായിരിക്കും സബ്ജക്ട്സ് എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് കോച്ചിങ് ഇഷ്ടപ്പെട്ടു. നല്ല സബ്ജക്ട്സ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്, മാത്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ക്രാഷ് കോഴ്സ് ഒരു വർഷമല്ല ഒരു കുറച്ച് മാസങ്ങളോളം ഞാൻ പോയത്. അതിന് ശേഷം പിന്നെ ക്രാഷ് കോഴ്സ് ചെയ്യാൻ വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 മാസത്തോളം എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി ഞാൻ കൊച്ചിയിലുള്ള ഒരു കോച്ചിങ് സെൻറ്ററിലേക്ക് പോയി. ഞാൻ ആദ്യമായിട്ട് വീട് മാറി നിന്ന് ഹോസ്റ്റലിൽ നിൽക്കുന്ന കേട്ടോ, 1.5 മാസം. അപ്പം അങ്ങനെ കൊച്ചി പോയി നിന്ന് ഇപ്പം എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്, നല്ല കോമ്പറ്റീറ്റീവായിട്ട് എല്ലാവരും ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന സംഭവം. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടമായിരുന്നു, എനിക്ക് എന്നാലും ഒരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനോട്. അപ്പം അങ്ങനെ ഈ കോച്ചിങ്ങിൻ്റെ സമയത്താണ് ആദ്യം തന്നെ ഇനീഷ്യലി ക്രൈസ്റ്റിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഓർമ്മയിൽ ഡിസംബറിലൊക്കെ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ആദ്യം തന്നെ ക്രൈസ്റ്റിൽ ഞാൻ എൻട്രൻസ് എഴുതാൻ വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പം എൻ്റെ ഓർമ്മയിൽ ഏപ്രിലോ മെയിലോ എങ്ങാനും ഞാൻ പോയി എൻട്രൻസ് എക്സാം എഴുതി. ഏപ്രിലാന്ന് തോന്നുന്നു. എൻട്രൻസ് എക്സാം എഴുതി. അത് കഴിഞ്ഞ് എനിക്ക് തിരിച്ച് കോൾ വന്നു, ഇങ്ങനെയാണ് വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും, 2 ടീച്ചേഴ്സും കൂടെ 2 ഫാക്കൽറ്റിയും കൂടെ ഉള്ള ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്. അതിന് ശേഷം പിന്നെ ഒരു മൈക്രോ പ്രസൻറ്റേഷൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അവർ നമ്മളോട് പറയും
ഇനിയൊരു ടോപ്പിക്ക് ഞങ്ങൾ ഇട്ട് തരാണ്, ഈ ടോപ്പിക്കിനെ പറ്റി 1-2 മിനിറ്റ് നേരം സംസാരിക്കണം എന്ന് പറയും. എന്നിട്ട് നമുക്കൊരു കുറച്ച് ബ്രീത്തിങ് സ്പേസ്, കുറച്ച് ബ്രീത്തിങ് ടൈം നമുക്ക് തരും, നമുക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ ആ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണം. അതാണ് മൈക്രോ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോ ചെറിയ രീതിയിലുള്ള പ്രസൻറ്റേഷൻ. പിന്നെ നമുക്ക് എഴുതാനുണ്ടായിരുന്നു ഒരു ലീഗൽ ടോപ്പിക്ക് തന്നിട്ട് ആ ടോപ്പിക്കിനെ പറ്റി എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ ഈ 3 ഘടകങ്ങളുണ്ടായിരുന്നു ക്രൈസ്റ്റിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എൻട്രൻസ് എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഈ 3 ഘടകങ്ങളാണ്. അങ്ങനെ ആ 3 ഘടകങ്ങളും പാസ്സായിട്ടാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് അവിടെ. അപ്പം ക്ലാറ്റിൻ്റെ എക്സാം ഒക്കെ കഴിയുന്നതിന് മുമ്പേ തന്നെ എനിക്ക് ക്രൈസ്റ്റിൽ അഡ്മിഷൻ കിട്ടി. അപ്പം എൻ്റെ മനസ്സിൽ എന്തായിരുന്നു, കാരണം ക്രൈസ്റ്റ് ആദ്യം ഞാൻ പറഞ്ഞില്ല, ആദ്യം അഡ്മിഷൻ ഓപ്പൺ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആദ്യം പോയതുകൊണ്ട് ആദ്യം നമുക്ക് എഴുതി പാസ്സായി കിട്ടി. അപ്പോൾ എൻ്റെ മനസ്സിലാണ് ഇപ്പോൾ ഒരു സേഫ് സോണായി, എനിക്ക് എന്തായാലും ഒരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടി, അതും ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. ക്രൈസ്റ്റ് ആക്ച്വലി ഒരു ബ്രാൻഡ് നെയിം ഉണ്ടല്ലോ അതിന്. അപ്പം ഞാൻ ഓർത്തു ക്രൈസ്റ്റിൽ എനിക്ക് കിട്ടി അഡ്മിഷൻ, അപ്പോൾ ഇനി പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ആ സമയത്താണ് ഞാൻ ക്ലാറ്റ് ഉണ്ട് എക്സാം, കുറച്ച് കാലം കൂടെ ഒരു ഐ തിങ്ക് 2 വീക്സ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാറ്റിൻ്റെ എക്സാമാണ്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് എന്തായാലും നല്ലൊരു കോളേജിൽ കിട്ടിയല്ലോ. അപ്പോൾ പിന്നെ ഇച്ചിരി തണുത്ത് തുടങ്ങി കേട്ടോ, ഇച്ചിരി ഞാൻ തണുത്ത് തുടങ്ങി. പക്ഷെ എന്നാലും എക്സാം എഴുതി. ഞാനതിൻ്റെ റിസൾട്ട് നോക്കിയിട്ടില്ല, ലൈക്ക് ഇൻ ദ സെൻസ് ആ സമയത്ത് ഞാൻ അങ്ങനെ റിസൾട്ട് ബോധേഡായിരുന്നില്ല. ഞാൻ ബോധേഡേ ആയിരുന്നില്ല, എന്തിനാന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് വിട്ടു. എന്നിട്ട് ഞാൻ ക്രൈസ്റ്റ് ജോയിൻ ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇതിൻ്റെ റിസൾട്ട് വന്ന്. ആൻഡ് ഞങ്ങൾക്ക് മിലിറ്ററിയുടെ ഇതുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ന്യൂവാൽസിൽ ചിലപ്പോൾ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും തന്നെ എനിക്ക് എന്താ പറയുക, ബാംഗ്ലൂർ അഡ്ജസ്റ്റഡ് ആയി, ബാംഗ്ലൂർ ഫ്രണ്ട്സൊക്കെ ആയി തുടങ്ങി, ക്രൈസ്റ്റിൽ പോയി തുടങ്ങി, ആ ബ്രാൻഡ് നെയിം ഒക്കെ ആൾക്കാർക്ക് അങ്ങനെ ആയി തുടങ്ങി. അപ്പോഴത്തേക്കും ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫൈനലി നമ്മുടെ കോളേജ് ക്രൈസ്റ്റ് തന്നെയായി ഗൈസ്, ക്രൈസ്റ്റ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി. അങ്ങനെ LLB ജേർണി തുടങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ LLBയിലേക്ക് കയറുന്നത്. LLB ജേർണി തുടങ്ങുവാണെങ്കിൽ ഞാൻ ബയോമാത്ത് പഠിച്ചൊരു കുട്ടിയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അതുവരെ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഒന്നുമില്ല. 10ാം ക്ലാസ് വിട്, +1 +2 കൊമേഴ്സ്, പൊളിറ്റിക്സ്, ഹിസ്റ്ററി ഒന്നുമില്ല. നമുക്കെല്ലാം സയൻറ്റിഫിക് ആയിട്ടുള്ള സബ്ജക്ട്സ് അല്ലേ, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം ഇങ്ങനത്തെ സബ്ജക്ട്സ് ആണല്ലോ. അപ്പോൾ എനിക്ക് എക്കണോമിക്സ് പോയിട്ട് ഒന്നും അറിയത്തില്ല അതിന്. അപ്പോൾ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ BBA LLB ആണ് ചെയ്തത്. ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വിത്ത് ലോ ആണ് ഞാൻ ചെയ്തത്. അപ്പം അതിനകത്ത് ബിസിനസ് സബ്ജക്ട്സ് ഉണ്ട്, അപ്പോൾ അതിനകത്ത് അക്കൗണ്ട്സ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, അങ്ങനത്തെ മാർക്കറ്റിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് പുതിയതാണ്. അപ്പോൾ ഫസ്റ്റ് സെമ്മ് ഞാൻ പോയ സമയത്ത് എൻ്റെ കൂടെ ഇരിക്കുന്നവരൊക്കെ മിക്കവരും കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ആർട്സ് ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അപ്പോൾ അവർക്കൊക്കെ ഓൾറെഡി ഒരു ബേസ് ഉണ്ട്, എക്കണോമിക്സിൻ്റെ ആണെങ്കിൽ ഒരു ബേസ് ഉണ്ട്. അപ്പം ഞാൻ മാത്രം ഇങ്ങനെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. ലൈക്ക് ദൈവം എന്താ പഠിക്കേണ്ടത്, അക്കൗണ്ട്സ് ഒന്നും എനിക്ക് അറിയത്തില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടണില്ല. അങ്ങനെ ഫസ്റ്റ് സെമ്മ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. എൻ്റെ പെർസെൻറ്റേജ് ഇച്ചിരി അത്യാവശ്യം കുറവായിരുന്നു. കാരണം എനിക്ക് കോപ്പപ്പ് ചെയ്ത് വരാനൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പനും അമ്മയ്ക്കാണെങ്കിൽ ടെൻഷൻ അടിച്ച്, ഇവളെന്താ ദൈവമേ ഇവള് ലോയ്ക്ക് പോയി ചേർന്നിട്ട് ഫസ്റ്റ് സെമ്മിന് ഇത്രയും കുറവ് മാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടെൻഷനായി. പക്ഷേ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല, ഫുൾ ലോസ്റ്റാണ് ഞാൻ. പുതിയൊരു സിറ്റിയാണ്, പുതിയ കുറേ പിള്ളേരാണ്, പുതിയ കുറേ സബ്ജക്ട്സ് ആണ്, ഒന്നും ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലാണ് ഞാൻ ഇങ്ങനെ പ്ലിങ്കസ്റ്റിയാണെന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് ഫസ്റ്റ് സെം കഴിഞ്ഞപ്പോൾ LLBക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷമാണല്ലോ. അപ്പം 5 വർഷത്തിൽ മിനിമം 5 ഇൻറ്റേൺഷിപ്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പം എല്ലാ വർഷത്തിലും ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ഇൻറ്റേൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 28 ദിവസം, ആദ്യം നമുക്ക് 21 ദിവസമായിരുന്നു, അത് മാറ്റിയിട്ട് 28 ദിവസമായി. കമ്പൽസറി ആയിട്ട് 5 വർഷത്തിൽ മിനിമം 5 ഇൻറ്റേൺഷിപ്സ് എങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഗ്രാജുവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളോട് ആദ്യം ഓറിയൻറ്റേഷൻ്റെ സമയത്ത് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഇയറിലൊക്കെ നമുക്ക് അങ്ങനെ വിവരം വെച്ച് വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും NGO, ഈ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, ഇങ്ങനെ ഇപ്പം വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ചിൽഡ്രൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ലേബേഴ്സ് ആയിട്ടുള്ള ആളുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ചില NGOകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് NGOസിൽ വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ലിറ്റിഗേഷനായിട്ട് നമുക്ക് നമ്മുടെ ഒരു ലോയറിൻ്റെ അടിയിൽ നമ്മൾ ലോയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല, ജഡ്ജിൻ്റെ അടിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ പിന്നെ ഉള്ളത് കോർപ്പറേറ്റ് ആയിട്ടുള്ള ഫേമുകളിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടയർ 1 ആയിക്കോട്ടെ. ടയർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് MNC ബിഗ് കമ്പനീസാണ്. ഇപ്പം ട്രൈ ലീഗൽ ആയിക്കോട്ടെ, ക്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ ആ സമയത്ത് എനിക്ക് അറിയത്തില്ല. കാരണം ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിൽ ഞാനാണ് ഫസ്റ്റ് ജനറേഷൻ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. എൻ്റെ കുടുംബത്തിൽ വേറൊരു അഡ്വക്കേറ്റേ ഇല്ല. ഡോക്ടർ എൻ്റെ ചേച്ചിയുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, ബാക്കി എൻജിനീയർ ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അഡ്വക്കേറ്റ് ഇല്ല എൻ്റെ കുടുംബത്തിൽ, അപ്പൻ്റെ അമ്മേൻ്റെ സൈഡിലായിട്ട്. അപ്പം എനിക്കൊരു ഐഡിയ ഇല്ല, ആരും എനിക്ക് പറഞ്ഞു തരാനില്ല ഇതാണ് ചെയ്യേണ്ട മോളെ എന്നൊന്നുമില്ല. എനിക്കാണെങ്കിൽ
അവിടെ ചെന്ന് ഫസ്റ്റ് ടൈം എനിക്ക് ബാഡായപ്പോൾ എൻ്റെ ഉള്ളിലുള്ള കോൺഫിഡൻസ് കുറേയൊക്കെ പോയിപ്പോൾ ഇതേം ഞാൻ ഈ എടുത്ത ചോയ്സ് മാറിപ്പോയോ, ഞാൻ എടുത്ത സബ്ജക്റ്റ് അങ്ങനത്തെ കുറേ തോട്ട്സ് ഉണ്ടായിട്ട് എനിക്കിങ്ങനെ ഇച്ചിരി ദേഷ്യം വരാൻ തുടങ്ങി ഈ സബ്ജക്ട്സിനോട്. അപ്പോൾ എനിക്കാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തത് NGOയിലാണ്, ഇവിടെ കോഴിക്കോട് തന്നെയാണ് ചെയ്തത്. നല്ല ഇന്റേൺഷിപ്പായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ ഒരു 4-5 കിലോമീറ്റേഴ്സ് വിട്ടിട്ടായിരുന്നു, ഒരു മാസം ചെയ്തു. അപ്പം അതിന് ശേഷമൊക്കെ ഞാൻ ചെയ്തത് എല്ലാം ലോയേഴ്സിൻ്റെ അടിയിലായിരുന്നു. ഒരെണ്ണം ഹൈക്കോടതിയിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ ഇവിടെ തന്നെ ഡിസ്ട്രിക്ട് കോർട്ടിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ കോർട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ആളുടെ അടുത്ത് ആ അഡ്വക്കേറ്റ് നമ്മളെ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ അടിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇന്റേൺഷിപ്പ് ചെയ്തത്. പക്ഷേ എനിക്കപ്പം ഇഗ്നറൻ്റ് ആയിരുന്നു. ഇങ്ങനെ വലിയ കമ്പനീസ് ഉണ്ട്, ട്രൈ ലീഗൽ, സാം, ഷർദുൽ അമർചന്ദ്, അതുപോലെ തന്നെ CAM, പിന്നെ AZB, അതുപോലെ ഏതൊക്കെ പറയാം, KPMG, അങ്ങനെ കുറേ കമ്പനികളുണ്ടല്ലോ. അപ്പം ഇവിടെയൊക്കെ നമുക്കൊരു എന്താ പറയുക ചാൻസ് ഉണ്ട്, നമ്മൾ പോയി ട്രൈ ചെയ്താൽ നമുക്ക് ഇന്റേൺഷിപ്പിന് കിട്ടാൻ പറ്റും എന്ന് പോലും എനിക്കപ്പോൾ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കയറുന്ന സമയത്ത് തന്നെ ഇന്റേൺഷിപ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് എല്ലാവരും പറയുന്നത്. ഞാൻ പറയുന്നത് മാത്രമായിട്ടില്ല, എല്ലാവരും പറയുന്നത്. എനിക്ക് പറ്റിയൊരു ചെറിയ അബദ്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻറ്റേൺഷിപ്സ് ആണ്. നല്ല ഇൻറ്റേൺഷിപ്സ് ചെയ്യാതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം പ്ലേസ്മെൻറ്റ് വരുന്ന സമയത്ത് നമുക്കിങ്ങനെ ഷോ ഓഫ് ചെയ്യാനൊരു സാധനം കാണും. ഇതാ ചേട്ടാ ഞങ്ങൾ ഇവിടെയൊക്കെയാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ 5 സ്ഥലങ്ങൾ. അതുപോലെ തന്നെ ബാങ്ക്സിൽ നമുക്ക് കയറാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആക്ച്വലി LLB പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ബാങ്ക്, ഈ Tier 1 ആയിക്കോട്ടെ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ നമുക്ക് ഹാർഡ് വർക്കാണ് അറ്റ് ദി എൻഡ്. നമുക്ക് അതിനോട് അത്ര ഇഷ്ടം. അതുപോലെ ലിറ്റിഗേഷൻ ചെയ്യുന്നവരാണെങ്കിൽ, ഈ കോർട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യാനാണെങ്കിൽ അത്ര പാഷൻ വേണം, അത്ര പേഷ്യൻസ് വേണം, അത്ര ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ വേണം. അല്ലെങ്കിൽ ജീവിതം നമ്മൾ മടുത്തും. കാരണം നമുക്ക് നമ്മുടെ ഒരു ഗ്രോത്ത് ഉണ്ടായി വരാൻ, ലിറ്റിഗേഷനിൽ വരാൻ കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ നമ്മൾ ആ സമയം കൊടുക്കാൻ വേണ്ടി റെഡി ആയിരിക്കണം. നല്ലൊരു ലോയറിൻ്റെ അടിയിൽ നമ്മൾ പോയി വർക്ക് ചെയ്യുക, നല്ല എക്സ്പീരിയൻസ് കിട്ടുക. അങ്ങനെ നമുക്കിത് വളർന്നു വരാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഫസ്റ്റ് സെം ഇന്റേൺഷിപ്സിൻ്റെ കാര്യം ഇത്രയൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്കുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂഡ് കോർട്ട് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. മൂഡ് കോർട്ട് അറിയാലോ, ഒരു കേസ് തരും, ഇങ്ങനെ രീതിയിൽ നമ്മൾ മൂഡ് കോർട്ട് നമ്മൾ വാദിക്കുന്നത് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ മൂഡ് കോർട്ട് ഞാൻ ആദ്യത്തെ ഇൻട്രൊഡക്ടറി മൂഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഡൗട്ട്ഫുൾ ആയി തുടങ്ങി, എനിക്ക് ഈ സബ്ജക്റ്റ് തന്നെയാണോ വേണ്ടത് എന്നുള്ള ഡൗട്ടിൻ്റെ സമയത്ത് കുറേ ഞാനിങ്ങനെ ഉള്ളിലായിപ്പോയി. അപ്പം ആ സമയങ്ങളിൽ എനിക്ക് കുറച്ചധികം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മൂഡ് കോർട്ട് ആണെങ്കിൽ നമുക്കിങ്ങനെ കോമ്പറ്റീഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പ്ലസ് മെറിറ്റാണ്. അതുപോലെ പേപ്പർ പബ്ലിക്കേഷൻസ്, റിസർച്ച് പേപ്പേഴ്സ്, പിന്നെന്താ പറയുക, ലൈക്ക് ADR, ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, അങ്ങനത്തെ കുറേ കോമ്പറ്റീഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ, അത് നമുക്ക് അത്ര താല്പര്യമുള്ളവരാണെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ബെനിഫിറ്റ് ചെയ്യും നമ്മുടെ കോഴ്സിൽ. അതുപോലെ തന്നെ വേറെ പറയാനാണെങ്കിൽ അങ്ങനെ നമ്മുടെ BBA LLBൻ്റെ അകത്ത് BBA നമുക്ക് 3rd ഇയർ വരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടാണ്, ലോയും ഉണ്ട് ബിസിനസ് സബ്ജക്ട്സും ഉണ്ട്. അപ്പം നമുക്ക് 3rd ഇയർ വരെ BBA സബ്ജക്ട്സ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം 4th ഇയർ 5th ഇയർ പ്യോർലി ലോ ആണ്. അപ്പോൾ ബിസിനസ് സബ്ജക്ട്സ് ഉണ്ടായിരുന്ന സമയത്ത് നല്ല രസമായിരുന്നു ആക്ച്വലി കേട്ടോ. ലൈക്ക് അതിൻ്റെ നാക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അത്യാവശ്യം എളുപ്പമായിരുന്നു. ലോ ആയിരുന്നു കുറച്ചുകൂടി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ സെക്ഷൻസും ആർട്ടിക്കിൾസും ഫണ്ടമെൻ്റൽ റൈറ്റ്സും DPSP എല്ലാ കോപ്പും ഞാനങ്ങോട്ട് ഇങ്ങനെ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ 2nd സെം കഴിഞ്ഞു, 3rd സെം 4th സെം ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്കൊരു നാക്ക് കിട്ടി. അങ്ങനെ എനിക്ക് പതുക്കെ പഠിച്ചു തുടങ്ങി. പിന്നെ കൊറോണ ആയല്ലോ. കൊറോണ ആകുമ്പോൾ നിങ്ങൾക്കറിയാലോ എന്താണ് അവസ്ഥ. നമ്മൾ വീട്ടിൽ നിന്നാണ് എക്സാം എഴുതുന്നത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അവിടെ വിടുന്നു, നമ്മൾ നേരെ 4th ഇയറിലേക്ക് ചാടുന്നു. അങ്ങനെ 4th ഇയർ തിരിച്ച് നമ്മൾ ബാംഗ്ലൂർ എത്തി. അപ്പോഴാണെങ്കിലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നല്ല മാർക്കോടെ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവണം, അല്ലാണ്ടൊന്നുമില്ല. അങ്ങനെ ഫസ്റ്റ് ക്ലാസ്സോടെ തന്നെ ഞാൻ പാസ്സായി. ഓക്കെ, അത്യാവശ്യം ബുദ്ധിമുട്ടാണ് പാസ്സാൻ. ഈ ആർട്ടിക്കിൾസ് ഒക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഉഴപ്പിയർ പഠിപ്പി വ്ളോഗിനകത്ത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ പഠിക്കാതെ. ഇപ്പോൾ ആർട്ടിക്കിൾസ് ആയിക്കോട്ടെ, സെക്ഷൻസ് ആയിക്കോട്ടെ, ഒരു പ്രൊവിഷൻസ് ആയിക്കോട്ടെ, ഞാനത് വായിച്ച് മനസ്സിലിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ മനസ്സിലിങ്ങനെ ആക്കും, വായിച്ച് എന്നിട്ട് പിന്നെ മനസ്സിലായെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് എഴുതും. എവിടെ നോക്കാണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് അത് ഒപ്പിയെടുത്ത് എഴുതും. അപ്പോൾ എനിക്ക് ഡബിളായിട്ട് രജിസ്റ്റേർഡ് ആവും എൻ്റെ മൈൻഡിൽ. അങ്ങനെയാണ് ഞാൻ പഠിക്കാറുള്ളത്. അപ്പം അങ്ങനെ 5th ഇയർ കഴിഞ്ഞു, LLBയുടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വരുന്നൊരു പരിപാടിയാണ് എൻറോൾമെൻറ്റ്. അപ്പം ഇത് ഞാൻ മൊത്തം ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, കാരണം എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് പറയാമെന്നുള്ളത്. അപ്പം അതിന് ശേഷം വന്നൊരു സംഭവമാണ് നമ്മുടെ എൻറോൾമെൻറ്റ്. അപ്പം നമ്മൾ പാസ് ഔട്ടായി കഴിഞ്ഞാൽ നമ്മൾ ഗ്രാജുവേറ്റ് ആവണം. എൻ്റെ ഗ്രാജുവേഷൻ ജൂലൈയിലായിരുന്നു നടന്നത്. അപ്പോൾ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, എൻറോൾ ചെയ്യുന്നത്. അപ്പം കേരളത്തിലൊരു കേസൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയത് കാരണം എൻറോൾമെൻറ്റിന് കുറച്ച് വൈകിയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ എന്നാലും എൻറോൾഡായി.
അപ്പം എൻറോൾമെൻറ്റിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അവരുടെ പോർട്ടലിൽ കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് 4 സ്റ്റെപ്പ് എന്തോ ഉണ്ട്. ആൻഡ് നമ്മുടെ കുറേ ഡോക്യുമെൻറ്റ്സ് അവർ ചോദിക്കും. ഇപ്പോൾ നമ്മുടെ ഡിഗ്രി ആയിക്കോട്ടെ, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ, TC സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, പിന്നെ എന്തൊക്കെയാണ്, ഇങ്ങനെ മാർക്സ് കാർഡ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുക. പിന്നെ അഫിഡവിറ്റ്, ഫോം 4 എന്നൊക്കെ പറയുന്നൊരു സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളോട് ചോദിക്കും. ഇത് ചോദിച്ചതിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞ ശേഷം നമുക്കൊരു മെയിൽ വരും. ഇന്ന ഡേറ്റിലാണ് നിങ്ങളുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ. ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ കൊണ്ടുപോയി നമ്മൾ ഫിസിക്കലി പോകണം കൊച്ചിയിലോട്ട്. ബാർ കൗൺസിലിൻ്റെ ഓഫീസിലേക്ക് നമ്മൾ ഫിസിക്കലി പോയി നമ്മളത് സബ്മിറ്റ് ചെയ്ത് വെരിഫൈ ചെയ്യണം. അതാണ് ഫിസിക്കൽ വെരിഫിക്കേഷൻ. അങ്ങനെ ഫിസിക്കൽ വെരിഫിക്കേഷനും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്ലോട്ട് ഇടും. നമുക്ക് ഏത് ദിവസമാണ് ഏത് ടൈമിങ്ങിലാണെന്ന് നമുക്ക് പറയും. ആ ടൈമിങ്ങിൽ നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. നമ്മുടെ ഡ്രസ് കോഡ് കമ്പൽസറി ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഗൗണ് വേണം, നമ്മുടെ ഇത് വേണം, ബോ വേണം, എല്ലാം വേണം. അല്ലാണ്ട് നമുക്ക് എൻറോൾ ചെയ്യാൻ പറ്റത്തില്ല. അത് കമ്പൽസറി ആണ്. അപ്പോൾ എൻറോൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഓത്തുണ്ട്. അതൊക്കെ ഒരു വേറെ ഒരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി കേട്ടോ. നമ്മൾ എത്ര കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും എൻറോൾമെൻറ്റ് സമയത്തൊക്കെ ഒരു ഗമയും ഒരു എന്താ ഞാൻ അഡ്വക്കേറ്റ് ആണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഐറ്റമാണ് ഉണ്ടാവുക. അപ്പം അങ്ങനെ എൻറോൾ ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ LLMന് ജോയിൻ ചെയ്യുന്നത്. എൻറോൾമെൻറ്റിന് മുമ്പേ ഞാൻ LLM ജോയിൻ ചെയ്തു. കാരണം ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷം ലേറ്റ് ആയിട്ടാണല്ലോ എൻറോൾമെൻറ്റ് നടന്നത്. അപ്പോൾ LLMന് ജോയിൻ ചെയ്യുന്നതാണെങ്കിലും ഞാൻ ഓർത്ത് ഓക്കെ LLB കഴിഞ്ഞു, ഇപ്പം നമുക്കിപ്പം ഒരു മാസ്റ്റേഴ്സും കൂടെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് തീരുമല്ലോ, പിന്നെ ഒന്നും ഇല്ല എന്നുള്ള രീതി. പിന്നെ PhD ആണല്ലോ, PhD ഒന്നും ചെയ്യാനുള്ള മനക്കരത്ത് എനിക്ക് എന്തുകൊണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പം തന്നെ ഞാൻ കിടന്ന് സ്ട്രഗിൾ ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ പിന്നെ LLM കൂടെ എടുത്തേക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ LLM എടുക്കുന്നത്. അപ്പോൾ LLM കോൺസ്റ്റിറ്റ്യൂഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ, അറിയില്ലെങ്കിൽ ഒറ്റ അടിയാണ് കേട്ടല്ലോ. ഇത്രയും തവണ ഞാൻ പറഞ്ഞിട്ട് ഓർമ്മയില്ലെങ്കിൽ ഒറ്റ അടി. അപ്പോൾ അങ്ങനെ LLMന് ജോയിൻ ചെയ്ത് ഇപ്പോഴും ഞാൻ ക്രൈസ്റ്റിൽ തന്നെയാണ്. പീസ്ഫുള്ളായി പോകുന്നു. ഫസ്റ്റ് സെം കഴിഞ്ഞു, ഇനി ഒരു സെമ്മും കൂടെ ഉള്ളൂ. 1 വർഷമേ ഉള്ളൂ LLM എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ 2 വർഷം ഉണ്ടാവും, പക്ഷെ ഇതുവരെ 1 വർഷമാണുള്ളത്. അപ്പം അങ്ങനെ പറയാം. ഇതൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ LLBയുടെ മഹിമകളും. LLB മഹിമകളല്ല, ഞാൻ അണ്ടർഗോ ചെയ്ത സമയത്ത് ഞാൻ ഫോളോ ചെയ്ത വെച്ചാൽ ഞാൻ പോയ ഒരു വഴി. ഞാൻ ഒരു ഫോളോ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല, കാരണം എനിക്ക് അറിയത്തില്ല, ഇഗ്നറൻ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പോയ വഴിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആരെയും നോക്കി ഫോളോ ചെയ്ത് പോയതല്ല. അപ്പോൾ ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ എങ്ങനെയാണ് ഇത് പാസ്സായതെന്നും ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ആയെന്നുള്ളതാണ് പറയണത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ LLB ചെയ്യാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ വരാനുള്ളവർക്ക് ഉള്ളൊരു ബ്രോഷർ പോലെയാണ്. ഇതൊക്കെയാണ് LLBയിൽ ഉണ്ടാവും. ഇത്ര സബ്ജക്ട്സ് ഒക്കെ ഉണ്ടാവും. സബ്ജക്ട്സ് ഒക്കെ ടഫായിട്ടുള്ള സബ്ജക്ട്സും ഉണ്ട്, കുറേ റിസർച്ച് പേപ്പേഴ്സ് ചെയ്യാനുണ്ടാവും. നമുക്ക് അങ്ങനത്തെ കുറേ CIAകളുണ്ട്. ഇപ്പോൾ ക്രൈസ്റ്റിലാണെങ്കിൽ 4 CIA ആണുള്ളത്. CIA 1, 2, 3, 4. ഇപ്പോൾ CIA 1 എന്ന് പറയുന്നത് ഒരു അസൈൻമെൻ്റ് ആവും, ടെസ്റ്റ് ആവും. CIA 2 ആണ് മിഡ് സെം എന്ന് പറയുന്നത്. CIA എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ അസസ്മെൻ്റ് എന്നാണ് സംഭവം. അപ്പം CIA 2 എന്ന് പറയുന്നത് മിഡ് സെം ആയിരിക്കും. എന്ന് വെച്ചാൽ 50 മാർക്കിൽ നമ്മൾ എക്സാം, വലിയ എക്സാം. അപ്പോൾ അതിനുശേഷം CIA 3 അഗെയിൻ എന്തായിരിക്കും, അസൈൻമെൻറ്റോ റിസർച്ച് പേപ്പറോ കേസ് സ്റ്റഡിയോ കേസ് കമൻറ്റോ എന്തെങ്കിലും ആയിരിക്കും. ആൻഡ് CIA 4 ആണ് മെയിനായിട്ടുള്ള NSEM. NSEM എന്ന് പറയുന്നത് ഞങ്ങൾക്ക് 100 മാർക്കിലാണ്. അങ്ങനെ ഹാഫ് ചെയ്തൊക്കെയാണ് ഫൈനലായിട്ടുള്ള നമ്മുടെ മാർക്ക് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് LLB ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഡു കമൻറ്റ്. ഇനി എന്തെങ്കിലും അറിയണ്ടെങ്കിൽ വന്നോ ക്വസ്റ്റ്യൻസ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ചക്കര ഉമ്മ ഗൈസ്, ബൈ, ടാറ്റ, സി യു. ഇതൊക്കെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും ഞാൻ ഓർക്കുന്നു. ഞാൻ ഇനി പോയി കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ഗുഡ് നൈറ്റ്, സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.